അടുത്ത കാലത്ത് ഭയങ്കര ന്യൂസ് ആയതാണ് ആക്ടർ ഫഹദ് ഫാസിലിന് ADHD ഉണ്ട്. ഇതെന്താണ് ADHD? ഒരു ബ്രെയിനിലെ ഒരു ഫങ്ഷനിങ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതൊരു ഡിസോർഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഡിസോർഡർ. കാരണം നോർമലി ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ADHD ബ്രെയിനുള്ള ആൾക്കാർ ചിന്തിക്കുക. ദേ വിൽ ബി ലേബിൾഡ് ആസ് ലേറ്റ് കമേഴ്സ്. ഭയങ്കരമായിട്ട് ലാഗ് ചെയ്ത് പിന്നീട് അവസാനം കൊണ്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നവർ. പക്ഷെ അവർ മിടുക്കന്മാരായിരിക്കും. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഒരു ഡിസിപ്ലിൻഡ് അല്ലാത്ത മിക്കവാറും ഡിസിപ്ലിൻഡ് ഒരു പ്രോബ്ലം ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ എഫക്ട് ദെയർ പെർഫോമൻസ് ആൻഡ് ദ വേ ദേ തിങ്ക്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ദാൻ എ നോർമൽ പേഴ്സൺ വിത്തൗട്ട് ADHD ബ്രെയിൻ തിങ്ക് ചെയ്യണത്. ഭയങ്കര കെയോട്ടിക് ആയിരിക്കും. കാരണം ഒരു സമയത്ത് പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും ബ്രെയിൻ. ഇപ്പോൾ ഒരു സാധനം കാണുമ്പോൾ അതിനെ 5 ഡയമെൻഷൻസിൽ ഇവർക്ക് കാണാനും പെർസീവ് ചെയ്യാനും പറ്റും. സോ അതൊന്ന് ചാനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു പോസിറ്റീവ്ലി നമുക്ക് അതിനെ ചാനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹൈലി പെർഫോമിങ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ബട്ട് ദേ ഷുഡ് ബി നല്ല ട്രെയിൻഡ് ആയിരിക്കണം, നല്ല ഫോക്കസ്ഡ് ആൻഡ് ഗൈഡൻസ് ഉള്ള ഒരു ADHD ബ്രെയിനുള്ള ആളാണെങ്കിൽ ഹൈലി പ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആണ്. ഗിഫ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ആക്കണം. കാരണം ഭയങ്കര ട്രബിൾസം ആയിരിക്കും അവരുടെ ഡെയിലി ആക്ടിവിറ്റി, ഡെയിലി ലൈഫ്. കാരണം എന്ത് അവർ ചെയ്താലും അവർ നോർമൽ രീതിയിൽ പോവില്ല. ഐ മീൻ നോർമൽ എന്ന് പറഞ്ഞാൽ സോ കോൾഡ് സൊസൈറ്റിയിൽ നമ്മൾ പാലിച്ചു പോരുന്ന കുറെ കാര്യങ്ങളിൽ അവർ അധികം അങ്ങോട്ട് ഫിറ്റ് ആവില്ല. അപ്പോൾ ആദ്യമൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ, സ്കൂളിൽ ഒരാൾ ഡയറക്ഷൻ പറഞ്ഞ് തുടങ്ങുകയാണ്. 2 പോയിന്റ് 10 പോയിന്റ് ഉണ്ടെന്ന് വെച്ചോ. ഫസ്റ്റ് 2 പോയിന്റ് കഴിയുമ്പോൾ ഈ ആൾ ഔട്ടാ. ഹി ഓർ ഷീ വോണ്ട് ലിസൺ. അവരിങ്ങനെ അയാൾ നോക്കിയിരിക്കും, ബട്ട് ദേ വോണ്ട് ബി ലിസണിങ്. ഭയങ്കര അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു വേറൊരു അറ്റൻഷൻ. അതായത് അവർക്ക് അത് ഫോക്കസ് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ അവര് എങ്ങനെയെങ്കിലും ഇത് ആരുടെങ്കിലും കയ്യിൽ നിന്ന് ഡയറക്ഷൻസ് കണ്ടുപിടിച്ചെടുക്കും. മിടുക്കന്മാരാണ്. പക്ഷെ എന്നിരുന്നാലും അവരുടെ ഒരു പെർഫോമൻസിൽ ഉറപ്പായിട്ടും അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ബാധിക്കപ്പെടും. കാരണം ഒരാള് ഒരു 10 ടൈംസ് വർക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് ADHD ബ്രെയിനുള്ള ആൾ ഒരു 1000 ടൈംസ് വർക്ക് ചെയ്താലേ ആ റിസൾട്ടിലേക്ക് വരുള്ളൂ. പല രീതിയിൽ ഭയങ്കര സ്കാറ്റേർഡ് ആയിട്ട് കിടക്കാണ് ബ്രെയിൻ. ഹൈലി തിങ്കിങ് ആയിരിക്കും, ഫുൾ ടൈം തിങ്കിങ് ആയിരിക്കും. ഫുൾ ഇങ്ങനെ നമുക്ക് അത് അവര് പറയുമ്പോൾ അറിയാൻ പറ്റും. ആ ഒരു സമാധാനം, ആ ഒരു പീസ് അവര് കിടന്നുറങ്ങുമ്പോഴേ ഉണ്ടാവുള്ളൂ. അൺലെസ് ആൻഡ് അൺടിൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ അശ്വഗന്ധ പോലെ, ഇപ്പോൾ ആയുർവേദത്തിൽ അശ്വഗന്ധ പോലുള്ള മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ അവർക്ക് ഒരു പീസ് ഫീൽ ചെയ്യുമെങ്കിലും ബട്ട് അഗെയിൻ അവർ ബാക്ക് ടു ഈ ഒരു ഫേസിലേക്ക് എത്തും. പക്ഷേ അവരിത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ പാർട്ട് ഓഫ് ലൈഫായിട്ട് എടുത്ത് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി എംബ്രേസ് ചെയ്ത് അതിനെ കൂടെ കൂട്ടുകയാണെങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇത് പബ്ലിക്കായിട്ട് പറഞ്ഞത് അവയർനെസ് കൂട്ടാനായിട്ട് വളരെയധികം സഹായിച്ചു കാണും അല്ലേ? അവയർനെസ് കൂട്ടാന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഇത് അവര് വെറുതെ ഇരിക്കില്ല, റെസ്റ്റ്ലെസ് ആയിരിക്കും. കുട്ടികളെല്ലാം അങ്ങനെയല്ലേ? ബട്ട് ദീസ് കിഡ്സ് ആർ വെരി ആക്റ്റീവ് ആൻഡ് ദേ ആർ വെരി ബ്രില്യന്റ് ആൻഡ് വാട്ട് നോട്ട്. പക്ഷെ അവർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ദിസ് ഡിസോർഡേർഡ് കാറ്റഗറി സ്റ്റിഗ്മ ആവുമ്പോഴത്തേക്കും അവരെ ഒന്ന് ഫിറ്റ് ഇൻ ചെയ്യാനായിട്ടുള്ള ഒരു തിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. അവരൊന്ന് ട്രെയിൻ ചെയ്യിക്കുക. അവരുടെ ഒരു ഡിഫറെൻ്റ് ഒരു ബ്രെയിൻ ആക്ടിവിറ്റി അവർക്ക് ഉണ്ട്. അതിനൊന്ന് ട്രെയിൻ ചെയ്തിട്ട് അതിൽ പെർഫോമൻസ് ആയിട്ടുള്ള ട്രേറ്റ്സിനെ എടുക്കുക. അവരെ പ്രൊഡക്ടിവിറ്റി ബാധിക്കുന്ന ട്രേറ്റ്സിനെ കൺട്രോൾ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വളരെ പോസിറ്റീവായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് ADHDs ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിൽ കണ്ടമാനം എസ്പെഷ്യലി ഡേറ്റിംഗ്, മാരേജ് അങ്ങനെയുള്ള ഇതിൽ കണ്ടമാനം കേൾക്കുന്നൊരു വാക്കാണ് നാർസിസിസം. ഇതൊരു ഡിസോർഡറാണോ? നാർസിസിസം ആ ടേം ഇറ്റ്സെൽഫ് ഒരു ഡിസോർഡർ അല്ല. നാർസിസ്റ്റിക് ട്രെയ്റ്റ് ആണ്. അതൊരു ട്രെയ്റ്റ് ആണ്, സെൽഫ് ലവ് ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു എത്രയോ പെർസെൻറ്റേജ് നമുക്ക് എല്ലാവർക്കും ഒരു നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മളെ കൂടുതൽ സ്വയം
നമ്മളെ സെൽഫ് ഗൈഡൻസും സെൽഫ് ലവും സെൽഫ് ഇമ്പോർട്ടൻസും നമുക്കൊക്കെ ഒരു പരിധി വരെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അച്ചീവേഴ്സ് ആവുന്നതും നമ്മൾ ഓരോരോ പോയിന്റ് എത്തി നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ അതിലേക്ക് എത്താൻ സഹായിക്കുന്നത് ഈ ഒരു ഹെൽത്തി നാർസിസ്റ്റിക് ട്രെയ്റ്റ്സ് ആണ്. പക്ഷേ ഈ ഒരു ഹെൽത്തി നാർസിസ്റ്റിക് ട്രെയ്റ്റ്സിൻ്റെ ഒരു ചെറിയൊരു ബോർഡറിൻ്റെ ക്രോസ് ചെയ്യുമ്പോഴാണ് സെൽഫ് ഒബ്സസീവ് ആയിട്ടുള്ള ട്രെയ്റ്റ് ആയിട്ട് മാറുന്നത്. അവിടെ സെൽഫിനെ ഒബ്സസ്ഡ് ആയിട്ട് സെൽഫിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. അതായത് എൻ്റെ ഹെൽത്ത്, എൻ്റെ ബ്യൂട്ടി, എൻ്റെ ലുക്സ്, എൻ്റെ സെൽഫ് ഇമ്പോർട്ടൻസ് ഒരു പരിധി കഴിഞ്ഞ് കൂടിപ്പോവും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തിരിക്കുന്ന ആളെ മൈൻഡ് ചെയ്യാത്ത സെൽഫ് ഇമ്പോർട്ടൻസ്, സെൽഫിഷ്നെസ് എന്ന് ഒരു പരിധി വരെ പറയാം. അപ്പോൾ ദ പേഴ്സൺ മേ നോട്ട് ബി അവെയർ ദാറ്റ് ഹീ ഈസ് ഇയാൾക്ക് ഇത്ര ശതമാനം നാർസിസ്റ്റിക് ഇതുണ്ടെന്ന് അവെയർ ആയിരിക്കില്ല. ചിലവർ അവെയർനെസ് ഉണ്ട്. പക്ഷേ ഇത് ഡിസോർഡർ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവുമ്പോഴാണ്. അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ ഡിസ്ട്രക്റ്റീവ് നാർസിസ്റ്റിക് ഉണ്ട്, കൊവേർട്ട് നാർസിസ്റ്റിക് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് നാർസിസ്റ്റിക് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു ചൈൽഡ്ഹുഡ് നിന്നാണ് അതിനെ റൂട്ട് ചെയ്യുന്നത്. അതായത് ചൈൽഡ്ഹുഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അഫെക്ഷനോ അറ്റൻഷനോ ഒന്നും കിട്ടാതെ വരുമ്പോഴും, അല്ലെങ്കിൽ ജസ്റ്റ് ഈ സൈഡിൽ ഓവർലി പാമ്പേർഡ്, ഹൈലി ഞാനൊരു ഭയങ്കര സംഭവമാണ് എന്നൊക്കെ തോന്നിക്കുന്ന ഒരു ഫാമിലിയൽ അറ്റ്മോസ്ഫിയറിൽ നിന്നും സെയിം നാർസിസ്റ്റിക് രണ്ട് എക്സ്ട്രീംസ് നിന്നാണെങ്കിലും ഉണ്ടാവുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് വരും. ബട്ട് ഹി ഓർ ഷീ വിൽ ബി അത് ടോട്ടലി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷനാണ്. അവർ അവെയർ ആണ് ഒരു പരിധി, പക്ഷേ അവർ മൈൻഡ് ചെയ്യില്ല. വെരി ലെസ് എംപതി ആണ്, വെരി ലെസ്. സീറോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വെരി ലെസ് കമ്പയർഡ് ടു അതർ ഹ്യൂമൻ ബീയിങ്. അതാണ് അവരുടെ ഒരു മേജർ തിങ് എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഭയങ്കര സങ്കടം വന്ന് ഹി ഓർ ഷീ മേ സ്റ്റാർട്ട് ക്രൈയിങ് എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഉറപ്പായിട്ടൊരു സഹാനുഭൂതി, ഒരു എംപതി ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് എംപതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ തൻ്റെ സ്ഥാനത്ത് കാണുന്നത് കൊണ്ടാണ്. അതായത് ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ എന്തോരോ സങ്കടം എനിക്ക് അനുഭവിക്കും. അത് നമുക്ക് മിറർ ന്യൂറോൺസ് ആണ് ഇതിന്റെ ഒരു സയന്റിഫിക് ആയിട്ട് ഇതിനെ വരുത്തി തീർക്കണത്. അപ്പോൾ മിറർ ന്യൂറോൺസ് ഈ പറഞ്ഞ ആൾക്കാർക്ക് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു എംപതി കുറവും. അപ്പോൾ ദേ വോണ്ട് ഫീൽ എനിത്തിങ്. ഇപ്പോൾ എപ്പുറത്തിരിക്കുന്ന ആൾ കിടന്ന് കരഞ്ഞാലും എത്ര സങ്കടപ്പെട്ടാലും അയാളുടെ കൺസേൺ എത്ര ജെനുവിൻ ആണെങ്കിലും ഹി വോണ്ട്, അല്ലെങ്കിൽ ഷീ ഓർ ഹി വോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതാണ് ഒരു പോയിന്റ് ഇതിനകത്ത്. ഈ കവേർട്ട് നാർസിസിസം എന്ന് പറഞ്ഞാൽ എന്തോ അത്? കൊവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രക്റ്റീവ് നാർസിസ്റ്റിൻ്റെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവർക്ക് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടാവും. അവർ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കും ദാറ്റ് ഞാനൊരു നാർസിസ്റ്റ് ആണെന്ന് അവരുടെ മുഖത്ത് ആൻഡ് പ്രവൃത്തിയിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. കൊവേർട്ടിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഷെയ്ഡിയാണ്. ഹി വിൽ ബി അല്ലെങ്കിൽ ഷീ വിൽ ബി ദ പെർഫെക്റ്റ് പേഴ്സൺ ഇൻ ദാറ്റ് കംപ്ലീറ്റ് റൂം. സെന്റർ ഓഫ് അട്രാക്ഷൻ, ചാർമിങ്, അച്ചീവർ എല്ലാം ആയിരിക്കും. പക്ഷേ ഇയാൾക്കൊരു ഷെയ്ഡി സൈഡ് ഉണ്ട്. ദാറ്റ് വിൽ ബി ഓൺലി വിസിബിൾ ടു ദ ഡിയർ ആൻഡ് നിയർ വൺസ്. Especially the സ്പൗസോ അമ്മയോ അച്ഛനോ ആരാണെങ്കിലും മക്കളോ അവർക്കൊക്കെ അറിയാൻ പറ്റും. ബട്ട് സ്റ്റെപ്പിംഗ് ഔട്ട്സൈഡ് ഓഫ് ദ ഈ ഒരു പ്രൈവറ്റ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഹി വിൽ ബി അനദർ പേഴ്സൺ. അത് വേറെ ആളായിരിക്കും. ദേ ഹാവ് വെരി സ്ട്രോങ് മാസ്ക് എന്ന് പറയാം. അത് വേറൊരു പ്രോബ്ലം, ഒരു ചലഞ്ച് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് ബി റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. കാരണം അവരുടെ പ്രശ്നം അതാണല്ലോ, അവർക്ക് ദേ വോണ്ട് ഗോ റോങ്. അതാണ് നാർസിസ്റ്റിക്സിന്റെ പ്രോബ്ലം. കാരണം അവര് പെർഫെക്റ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഹൗ ക്യാൻ ഐ ഗോ റോങ്? അത് വെറുതെ റബ്ബിഷാണ്. സ്റ്റാർട്ട് ഗ്യാസ് ലൈറ്റിംഗ് അതർ പീപ്പിൾ. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കാര്യം പറയാണ്, എൻ്റെ ഒരു വാദം, ഒരു പോയിന്റ് ഞാൻ പറയാണ്. പക്ഷേ ഈ കേൾക്കുന്ന ആള് അത് വളരെ
ക്ലിയർ ആയിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വാദി പ്രതിയാവുന്ന പറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. അതായത് ദിസ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് മീ ബട്ട് ദിസ് ഇസ് ബിക്കോസ് ഓഫ് യു. താങ്കളാണ് പ്രശ്നക്കാരൻ അല്ലെങ്കിൽ താങ്കളാണ് പ്രശ്നക്കാരി എന്ന് ഇപ്പൊ നമ്മളെ തന്നെ പറയുന്ന ആളെ ബോധ്യപ്പെടുത്തും. ആൻഡ് വി വിൽ ലിറ്ററലി സ്റ്റാർട്ട് ബിലീവിങ് ഇറ്റ്, ഹൈലി ഗ്യാസ്ലൈറ്റഡ്. അപ്പൊ നമ്മൾ ബിലീവ് ചെയ്ത് ഈ പറയുന്ന ആൾക്ക് പറഞ്ഞു നിനക്കാണ് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ നമ്മളത് ബിലീവ് ചെയ്യും. ആൻഡ് വി വിൽ സ്റ്റാർട്ട് ഗോയിങ് ടു തെറപ്പി ടു ആൻ എക്സ്റ്റെൻഡ്. നമ്മൾ പിൽസും എടുക്കും, അതായത് ആന്റി ഡിപ്രസന്റ് പിൽസും എടുക്കും. അതാണ് അതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുക. മുമ്പ് ഇവിടെ ഒരു ഗസ്റ്റ് വന്ന് വൈശാഖൻ നമ്പി, ആൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. അതിലൊരു കൗൺസിലറിന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിലെ കഥയും മനോരോഗങ്ങളും തമ്മിൽ എന്താ ബന്ധം? കുമ്പളങ്ങി നൈറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിനെ നമുക്ക് കാണാൻ പറ്റും. ഫഹദ് അതിനകത്ത് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഒരു ഡിസ്ട്രക്റ്റീവ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഹൈലി ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആൾക്കാരാണ്. അവർ ഫങ്ഷൻ ചെയ്യണത് തൊട്ടടുത്തുള്ളവരെ അടിച്ചു താഴ്ത്തി അവരാ ഇമോഷൻസിൽ നിന്നാണ് അവർ ഫങ്ഷൻ ചെയ്യണത്. അപ്പോൾ ഒരാളെ നമ്മൾ അടിച്ചു താഴ്ത്തുമ്പോഴത്തേക്കും വി വിൽ ഫീൽ ഞാൻ എംപവേർഡായി. അതിൽ നിന്നാണ് സെൽഫ് എസ്റ്റീം അവർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണത്. അപ്പോൾ ഷമ്മി അതിനകത്ത് പറയുന്നുണ്ട് ദി പെർഫെക്റ്റ് മാൻ എന്ന്, അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ഷമ്മി ഹീറോടാ അത് പറയുന്നുണ്ട്. കണ്ണാടി നോക്കിയിട്ടെ ക്ലീൻ ഷേവ് ചെയ്ത് അത് നോക്കിയിട്ട് ദ പെർഫെക്റ്റ് മാൻ ദാറ്റ് ഹീ സജസ്റ്റിംഗ് ഞാൻ പെർഫെക്റ്റ് ആണ് വെൻ ഹീ വെരി വെൽ നോ ദാറ്റ് ഹീ ഈസ് നോട്ട് പെർഫെക്റ്റ്. അതാണ് എൻ്റെ ഒരു ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം. അതുപോലെ തന്നെ കൗൺസിലറിൻ്റെ അടുത്ത് പോയത്, അപ്പോൾ സൗബിൻ്റെ ക്യാരക്ടർ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ഒരു കുടുംബസ്ഥിതി എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു സ്റ്റെപ്പ് ബ്രദേഴ്സാണ്. അവർ ഒട്ടും ഒരു സേഫ് ഒരു എൻവയോൺമെൻ്റ് അല്ല. നല്ലൊരു ഡോറോ നല്ലൊരു സിറ്റുവേഷനോ ഉള്ളൊരു വീടില്ല അവർക്ക്. ഒരു ഡിസ്റ്റോർട്ടഡ് ഫാമിലിയാണ്. നമ്മൾ അത് കാണുമ്പോൾ മനസ്സിലാവും അമ്മ അവരുടെ കൂടെ ഇല്ല. ഡിസ്ഫങ്ഷണൽ ഫാമിലി. അമ്മ അവരുടെ കൂടെ ഇല്ല. അച്ഛൻ്റെ കൂടെ തന്നെ ഇതെല്ലാം വിറ്റ്നസ് ചെയ്ത ഒരാളാണ് സൗബിൻ. ഇവരുടെ ഫാമിലിയിലെ ഒരു ഒട്ടും അട്രാക്റ്റീവ് അല്ലാത്ത കുറേ ട്രൈറ്റ്സ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ സമൂഹത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവർ എന്തൊക്കെയോ ആണ്, ബ്രദേഴ്സൊക്കെ വല്ലവഴിക്കുവാണ്. പിന്നീട് അവരെ ട്രിഗർ ചെയ്യുന്നത് അത്രയും ഡിപ്പെൻഡ് ചെയ്ത് ഇവൻ്റെ കൂടെ സഹോദരനെ പോലെ നിന്നൊരാൾ ഇവൻ കാരണം മരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്ന് ട്രിഗർ ചെയ്തിട്ടാണ് കൗൺസിലറിൻ്റെ അടുത്ത് പോണത്. അവിടെ കൗൺസിലറുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാം ആളെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്, കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ഒരു ടച്ച് ഡെപ്രിവേഷനും നമ്മൾ ചേർത്ത് പിടിക്കാൻ ആരും ഇല്ലാത്തതും അതൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതങ്ങനെ ഒരാളെ കിട്ടിയപ്പോഴത്തേക്കും അയാൾ ഹീലാവുകയാണ്. കരഞ്ഞ് ക്രൈം സൗബിൻ്റെ ക്യാരക്ടറിനെ ഹീലാക്കുകയാണ്. സൗബിൻ്റെ നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നാം ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒട്ടും ഒരു ഡിസിപ്ലിൻ ഇല്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കാം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാത്തിൻ്റെയും ഒരു സ്ട്രെസ്, ഒരു ബേർഡൻ പുള്ളിയുടെ അകത്തുണ്ട്. പുള്ളിക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സർവൈവൽ സ്റ്റേജിൽ എങ്ങനെയൊക്കെയോ ഫങ്ഷൻ ചെയ്ത് പോണ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എങ്ങനെയൊക്കെയോ ഫങ്ഷൻ ചെയ്യുമ്പോൾ മദ്യപാനത്തിലാണ് ആകെ ഒരു അഭയം കണ്ടെത്തിയേക്കുന്നത്. അപ്പോൾ അതും ഈ എങ്ങനെയെങ്കിലൊക്കെ സർവൈവ് ചെയ്ത് ഒരു ഹാപ്പിനെസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ജീവിച്ചു പോണ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്കാണ് ഇങ്ങനെയുള്ള ട്രിഗർ വന്നപ്പോൾ ഈ ഒരു കൗൺസിലർ അടുത്ത് പോയിട്ട് ഹീ ജസ്റ്റ് ക്രൈസ് കംപ്ലീറ്റ്ലി, പ്രോബ്ലംസ് എല്ലാം ക്രൈ ഔട്ട് ചെയ്ത് അവർ ഏകദേശം ഓക്കെ ആവുന്നത്. ഈ മലയാള സിനിമയിൽ പൊതുവെ മനോരോഗത്തെ പറ്റിയും ഒക്കെയുള്ള പോർട്രേയർ ഒരു കാരിക്കേച്ചർ രീതിയിലോട്ട് ആണ് സാധാരണ കാണാറ്. ഈ നേരത്തെ പറഞ്ഞ മാതിരി താടിക്കാരനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞനും ഒക്കെ. ഈ മണിച്ചിത്രത്താഴ് ഉണ്ടായിരുന്നല്ലോ, അത് ഇങ്ങനൊരു ആംഗിളിൽ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണെന്ന്? മണിച്ചിത്രത്താഴ് നമ്മുടെ ഒരു ഡിസോസിയേറ്റഡ് സ്റ്റേജ് ആണ്. അതാ ശോഭനയുടെ ക്യാരക്ടർ ഡിസോസിയേറ്റഡ് സ്റ്റേജ് വിച്ച് ഷീ ടേംസ് എസ് നാഗവല്ലി. അത് ആൾ അവയർനെസ്സിനല്ല, പക്ഷെ ഒരു വേറൊരു സ്റ്റേറ്റ് ഓഫ് നമുക്കൊരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഡിസോസിയേറ്റഡ് സ്റ്റേജ് എന്നും പറയാം. അതിലേക്കാണ് ആൾ പോണത്.
ഈ ശോഭനയുടെ ക്യാരക്ടർ ഷി വാസ് ബ്രോട്ടപ്പ് ബൈ ആളുടെ മുത്തശ്ശിയാണ് വളർത്തണത്. ആൾ അങ്ങനെ ഒരു സിറ്റുവേഷനോട് ആദ്യമേ ഇഷ്ടമല്ലെങ്കിലും പിന്നെ അത് കൺഡ്യൂസീവ് ആയി, ആൾക്ക് അത് അഡാപ്റ്റഡ് ആയി. പിന്നെ ആളുടെ ഹാർട്ട് ആൻഡ് സോള് ഈ ഒരു സാഹചര്യത്തിലേക്ക് ആൾ കൊടുത്തു. പിന്നീട് ആളുടെ ഒരു ഇഷ്ടമൊന്നും നോക്കാതെ ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോവാണ്. അത് വലിയൊരു ട്രോമയാണ്. ഫസ്റ്റ് തന്നെ പേരൻസ് ഇവിടെ കൊണ്ട് നാക്കുന്നതും ആൾക്ക് ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയൊക്കെയോ അഡാപ്റ്റ് ചെയ്ത് മുത്തശ്ശിയുടെ കൂടെ വളർന്ന് അത് കഴിഞ്ഞ് പിന്നെ സെറ്റായി വന്നപ്പോഴത്തേക്കും പിന്നെയും ഇവിടുന്ന് അതിനെ ഒരു ഇമോഷണലി മനസ്സിലാക്കാതെ ആളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡും ആളുടെ ഇവിടെയുള്ളൊരു അറ്റാച്ച്മെൻറ്റ് മനസ്സിലാക്കാതെ കൊണ്ടുപോവുകയാണ് പേരൻസ്. ഇവിടെ ആ ഒരു ലാക്ക് ഓഫ് അറ്റൻഷൻ ആൻഡ് അഫെക്ഷൻ ഫ്രം ഹെർ പേരൻസ് അത് ഒരു കോസറ്റീവ് ഫാക്ടറാണ് ഈ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചസിനും ആ ഒരു ട്രെയ്റ്റ്സ് വരുന്നതിനും. ആ ഒരു പുള്ളിക്കാരത്തിക്ക് അറിയാം ആൾക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അറിയാമെങ്കിലും ആളത് ഡിസോസിയേറ്റഡ് സ്റ്റേജിൽ ആളെങ്ങനെയൊക്കെയോ ഫങ്ഷൻ ചെയ്ത് പോവാണ്. പിന്നീടാണ് ആളുടെ ഉള്ളിലുള്ള ആ ഒരു ആൾക്ക് ഇഷ്ടമുള്ള ഒരു സാഹചര്യത്തിലേക്ക്, അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നമുക്കൊരു ഒരു ഹോമല്ല, നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉള്ളൊരു ഫീലിങ്സ്, ചിലപ്പോൾ സ്ഥലങ്ങളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, അങ്ങനെ ഒരു എൻവയോൺമെന്റിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് ട്രിഗർ ആവുകയാണ്. അങ്ങനെയാണ് അതൊരു സ്റ്റേജിലേക്ക് പോണത്.